സാർ നമസ്കാരം. തൃശ്ശൂർ പൂരം സാറ് ആദ്യമായിട്ട് MP ആയതിനു ശേഷമുള്ളതല്ലേ? എന്താണ് അനുഭവം? നിങ്ങൾ എടുത്താൽ മതി. അനുഭവം എങ്ങനെയാണ് ഈ വട്ടത്തെ തൃശ്ശൂരെ ജനത അങ്ങേ സ്വീകരിച്ചതിന് ഹൃദയത്തിലേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ പൂരം അല്ലേ? എന്താണ് അനുഗ്രഹിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പൂരം? ഇങ്ങനെയൊക്കെ എനിക്ക് വന്ന് പങ്കുചേരാൻ കഴിയുന്നു, അതിലുള്ള സന്തോഷം. സാർ, ഇപ്പോൾ വാസവൻ നടത്തിയൊരു പ്രസ്താവന കണ്ടിരുന്നില്ലേ? നമ്മൾ സംസാരിക്കരുത് അതില് രാഷ്ട്രീയ മുദ്രകൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പൂരപ്രേമികൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. പൂരപ്രേമികൾക്ക് എന്തിനാ രാഷ്ട്രീയം? വേണ്ടല്ലോ. ഭക്തിപരമല്ല, അത് ഭക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവകാശമുണ്ട്, അത് നടന്നോട്ടെ. രാഷ്ട്രീയം നമ്മൾ ഒരു കോലാഹലമാക്കരുത്. എല്ലാം സന്തോഷമായിട്ട് ഭംഗിയായിട്ട് നടക്കും. ഉണ്ടാകുന്ന മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എനിക്ക് ചളക്കാണ്. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ നടന്ന് പോകുന്നതിനകത്ത് വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നടന്നു വരാൻ ഞാൻ തയ്യാറാണ്. ഒരു വണ്ടിയും എടുത്തിങ്ങനെ വരുന്നതിനകത്ത് വലിയൊരു അസ്ക്യത തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പൂരത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെ ചില കോൺട്രവേഴ്സ്യൽ റിമാർക്സ് ഒക്കെ ഇല്ല. നമ്മൾ കോൺട്രവേഴ്സ്യൽ റിമാർക്സ് ഒന്നും നമുക്ക് കഴിഞ്ഞ വർഷം ഒരു വലിയ ഡെൻറ്റാണ് ഉണ്ടായത്. അതിൽ നിന്ന് അവർ പഠിച്ച് അതിനൊരു തിരുത്തലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിൻ്റെ പേരിൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്. അതിനകത്ത് വെളിവാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അത് ആ പറഞ്ഞവർ വെളിവാക്കിയിട്ടുണ്ടാകും. രാഷ്ട്രീയ മുദ്രകൾ എന്ന് പറയുന്നിടം വരെ ഓക്കെ. രാഷ്ട്രീയ മുദ്രകളൊന്നും, രാഷ്ട്രീയം ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും മുദ്രകൾ വേണ്ട. മറ്റത് പൂരം എന്ന് പറയുന്നത് ഹിന്ദു ആക്ടിവിറ്റിയാണ്. പക്ഷെ അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഹിന്ദു മുദ്രകൾ ആയാലും ശരി, അതൊക്കെ ലിബർട്ടി നമുക്കുണ്ടല്ലോ, അതൊന്നും കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ ചെകുവേരയുടെ ഫ്ലക്സ് വരുന്നു, അതുപോലെ വിപ്ലവ ഗാനങ്ങൾ പാടുന്നു. ഈ പറയുന്നവരാദ്യം അവിടെയല്ലേ നിയന്ത്രിക്കേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് അതിനെല്ലാം ഇനി നിയന്ത്രിക്കാനായിട്ട് നമുക്കൊരു അവകാശമായില്ല. ഇതൊരു പ്രീസിഡന്റ് ആയാൽ ഇനി അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇത് നമ്മൾ ഒരു യൂണിവേഴ്സൽ ഫെസ്റ്റിവലാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അത്രയും വലിയ ഏതാണ്ട് 3.5-4 ലക്ഷം പേരാണ് ഒരു കിലോമീറ്റർ, സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ വന്ന് തടിച്ചു കൂടുന്നത്. അതിനിടയ്ക്കുണ്ടാകുന്ന സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന എലമെൻറ്റ്സ് ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയെടുക്കുക. ആ സ്പർദ്ധയ്ക്കുള്ള എലമെൻറ്റ്സ് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ അവകാശ ധ്വംസനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ധ്വംസനം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആചാരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, ആചാരത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇടപെടലും ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ ചില ബാഹ്യ ഇടപെടലുകൾ എന്ന് പറയുന്നത് സ്പർദ്ധ ഉളവാക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെ. അതങ്ങനെ വന്നോട്ടെ. നമുക്ക് ശാന്തമായ സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണം, അല്ലേ? അതൊരിക്കലും ഉത്ഭവിച്ചു വരില്ല. അല്ലെങ്കിൽ ആ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് നശിക്കാത്ത തരത്തിൽ കാത്തു സൂക്ഷിക്കണം. അതിന് വേണ്ടുന്ന നടപടികൾ മാത്രമേ കൈക്കൊണ്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ കൺട്രോളിൽ നടക്കുന്നതായതുകൊണ്ടും സെൻട്രൽ ഇൻ്റലിജൻസ് കൊടുത്ത നിർദ്ദേശങ്ങൾ വരെ സ്റ്റേറ്റ് അനുസരിക്കുന്നുണ്ട്. ഡ്രോണിൻ്റെ കാര്യത്തിലായാലും ഷാഡോ പോലീസിൻ്റെയും മഫ്തി പോലീസിൻ്റെയും എല്ലാ എണ്ണത്തിലെ ആധിക്യം, ഇതെല്ലാം നമ്മുടെ കാലികമായ ചില വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതും അംഗീകരിക്കണം. അപ്പം സ്പർദ്ധ അല്ലെങ്കിൽ ഒരു അലോഹ്യം, ഒരു അലോസരം എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും ഇത് നമുക്ക് പ്രീസിഡൻ്റാണ്. ഇത് നമ്മുടെ ബെഞ്ച് മാർക്കായിരിക്കണം. ഇനി അടുത്ത വർഷം മുതൽ അനിൽ നേരത്തെ പറഞ്ഞുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു. ജനങ്ങൾ ചോദ്യം ചെയ്യണം. ജനങ്ങൾ ചോദ്യം ചെയ്താൽ മാത്രമേ അവിടെ ജനാധിപത്യമാവുന്നുള്ളൂ, അല്ലേ? ഹു ഈസ് ദ മാസ്റ്റർ ഓഫ് ഡെമോക്രസി?
You educate the people of the country. You are the masters. We are only servants and we are only governors. We are only steering democracy. But you are the vehicle. You are the masters. ഓക്കെ, വളരെയധികം നന്ദി. പൂരാശംസകൾ. താങ്ക് യു. നന്നായിരിക്കട്ടെ, എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. സന്തോഷം. പൂരം എക്സിബിഷൻ്റെ കേന്ദ്രം സന്ദർശിക്കാനായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തിയതാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യത്തെ പൂരമാണ്. അപ്പോൾ പൂരത്തിൽ സ്വാഭാവികമായിട്ട് പല പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അംഗങ്ങളെല്ലാവരെയും കണ്ട് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരം കാണുകയും വെടിക്കെട്ടടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്തതാണ് അദ്ദേഹം ഇത്തവണ തൃശ്ശൂർ പൂരത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ മുഴുവൻ കണ്ട് അദ്ദേഹം തിരിച്ച് പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. വഴിയോടുക്ക് അവനൊരു ഫോട്ടോ എടുക്കണോ എടുത്തോ. ഇന്ന് 11 മണി വരെ.